ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഉച്ചയായപ്പോഴത്തേക്ക് കാക്കൊരു തോന്നൽ നമുക്ക് ഇച്ചിരി പത്തിരി ഉണ്ടാക്കിയാലോ എന്ന് വൈകിട്ട്. അപ്പോൾ ഇറച്ചിയും മേടിച്ചതിരിപ്പുണ്ട്. ഞാനും വിചാരിച്ച ആയിക്കോട്ടെ എന്ന്. നമ്മളെ ഈ നോമ്പായതുകൊണ്ട് വൈകുന്നേരത്തെ ഒരു പ്രധാന പരിപാടിയാണല്ലോ ഈ കാപ്പി എടുക്കൽ. അപ്പോൾ അത് ഇതിലങ്ങ് ഒതുങ്ങുമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ വെള്ളമൊക്കെ എടുത്തപ്പോഴേ ഞാൻ ഇക്കാരോട് പറഞ്ഞു വെള്ളം ഇച്ചിരി കൂടുതലാണെന്ന് തോന്നുന്നു. പക്ഷേ ആൾക്കൊരു പോളിസി ഉണ്ട്, എന്തെങ്കിലും ഇതാക്കാൻ കയറി കഴിഞ്ഞാൽ നമ്മൾ ആരും അഭിപ്രായം പറയുന്നത് ഇഷ്ടമല്ല, സ്വന്തം ഇഷ്ടത്തിന് എല്ലാം ചെയ്യണം. ഞങ്ങളാരും ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ലെന്നാണ് ഇക്ക പൊതുവേ പറയാറ്. അതുകൊണ്ട് ഞാനൊന്നും ഉണ്ടാക്കിയില്ല. പക്ഷേ കുഴച്ച് വന്നപ്പോൾ ആൾക്ക് തന്നെ മനസ്സിലായി ഇത് വെള്ളം കൂടുതലാണെന്ന്. അങ്ങനെ ആകെയുള്ള മാവായിരുന്നു തട്ടിയിട്ട് കുഴച്ചത്. അങ്ങനെ പിന്നെയൊക്കെ വണ്ടി എടുത്ത് കടയിൽ പോയി വേറെ മാവൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് അതും കൂടെ ഒക്കെ തട്ടിയിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ ഒരുവിധം ശരിയാക്കി എടുത്ത് അങ്ങനെ കുഴച്ച് റെഡിയാക്കി ഈ രൂപത്തിലാക്കി. അപ്പോൾ ഞങ്ങൾ 2 പേരും ഉണ്ടെങ്കിൽ ചില സമയത്ത് 2 ഫോണിലായിരിക്കും വീഡിയോ എടുക്കുന്നത് കേട്ടോ. അങ്ങനെ കുറച്ച് വീഡിയോ ഇക്കാടെ ഫോണിലായിപ്പോയി. അതന്നേരം ഇതിനകത്തോട്ട് ആക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന രീതിയിൽ ഉള്ളത് വെച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതൊക്കെ റെഡിയാക്കി പുതപ്പിച്ച് അതിനെ അവിടെ അങ്ങ് കിടത്തി. അങ്ങനെ കുറച്ച് നേരം റെസ്റ്റ് എടുക്കണമെന്നുള്ള ഇതിൽ അവിടെ വെച്ചു. പക്ഷേ ആൾക്കൊരു സമാധാനമില്ല, പെട്ടെന്ന് തന്നെ എല്ലാം അങ്ങ് തട്ടിക്കൂട്ടണമെന്നുള്ളൊരു ഇതായിട്ടാ. അങ്ങനെ ഇച്ചിരി നേരം അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് അടുത്ത പരിപാടിയിലോട്ട് തുടങ്ങി. അങ്ങനെ തട്ടി പരത്തി ഒക്കെ റെഡിയാക്കി. ഇനി ചുടുന്ന പരിപാടി എനിക്കാണ്. അങ്ങനെ ഞാനത് ചുട്ടുമെടുത്തു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇറച്ചി അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ എൻ്റെ ജോലി അത് റെഡിയാക്കലാണ്. അങ്ങനെ ഞാനൊരു സൈഡിൽ കൂടെ അതും എല്ലാം റെഡിയാക്കി കറിയാക്കുന്നുണ്ട്. അങ്ങനെ പത്തിരിയും ചുട്ടെടുത്ത് അതിനെ അടിച്ച് പരത്തി റെഡിയാക്കി. ഇക്കാടെ ഇതെന്ന് വെച്ചാൽ ഇതിന് അടിയിലാണ് കാര്യങ്ങൾ ഫുള്ള്. അതിനെ അടിച്ച് ശരിപ്പെടുത്തണമെന്നുള്ള രീതിയാണ് ഇക്കാക്ക്. അതിനെ നല്ല രീതിയിൽ തന്നെ അടിച്ച് ഒരു പരുവത്തിലാക്കി. ആൾക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതൊക്കെ വലിയ ഇഷ്ടമായിട്ടാണ്. പക്ഷേ നമ്മൾ ഒരു അഭിപ്രായം പറയാൻ പാടില്ല എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ നമ്മളെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുകയൊക്കെ ചെയ്യും. അങ്ങനെ ഞാൻ എൻ്റെ ജോലി നല്ല ഭംഗിയായിട്ട് ചെയ്തു. കറിയൊക്കെ വെച്ചു. ഇറച്ചി ബീഫായിരുന്നു, അതെല്ലാം കറി വെച്ചു. പിന്നെ ഇക്കാടെ ജോലി നല്ല രീതിയിൽ തന്നെ ചെയ്തു കേട്ടോ, കൊള്ളായിരുന്നു. അങ്ങനെ പത്തിരിയും അടിച്ചു. അങ്ങനെ ഫൈനലി കറിയും റെഡിയായി, നമ്മുടെ പത്തിരിയും ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ താങ്ക് യു.